ഒറ്റപ്പാലത്ത് വിദ്യാർത്ഥിയുടെ മൂക്ക് സഹപാഠി ഇടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഭാഗത്തു നിന്നാണ് ഈ ആരോപണം ഉയരുന്നത്. സഹപാഠിയായ കിഷോർ മകന്റെ കഴുത്ത് ഞെരിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിലടക്കം മർദ്ദിക്കുകയും ചെയ്തു. ഒരു മുൻവൈരാഗ്യങ്ങളും ഇല്ലാതെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നും പിതാവ് ജയചന്ദ്രൻ. കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി യാതൊരു പ്രകോപനവുമില്ലാതെ പുറകിലൂടെ വന്ന് കഴുത്തിൽ പിടിച്ചമർത്തി അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചമർത്തുകയും അപ്പോൾ അവനാകെ ടെൻഷനായിട്ട് കുതിറി എണീറ്റ സമയത്ത് ഈ കിഷോർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മോൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചതിൽ മോൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നു പോയി. ഒരു സഹപാഠി ചെയ്ത ക്രൂരതയാണ്. ഇവർ പഠിക്കാനാണോ വരുന്നത് അതോ ഈ സ്കൂളിൽ തല്ലുകൂടാനാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എന്നെപ്പോലുള്ള അച്ഛന്മാർക്ക് നാളെ ഇതുമാതിരിയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇല്ല, റാഗിങ്ങാണ്, സ്കൂൾ കുട്ടികളെ റാഗിങ്. ശ്രീകുമാരനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ അച്ഛൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്തു എന്നത് മാത്രമല്ല, അത് തന്നെ കേട്ടപ്പോൾ നമ്മൾ വല്ലാതെ ഞെട്ടിയിരുന്നു. കൂട്ടത്തിൽ കൂടുതൽ ക്രൂരമായി മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനിയും ഇതുപോലെ ഉണ്ടാകാതിരിക്കട്ടെ, ഇപ്പോൾ ആ അച്ഛൻ്റെ വേദന അത് മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ എന്താണ് ശ്രീജിത്ത്? ഈ കുട്ടിയുടെ മൂക്കിന്റെ പാലം ഏതാണ്ട് 2 സെന്റിമീറ്ററോളം തകർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, ജൂബിലി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അടക്കം ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസിൽ ഒരു FIR അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കിഷോർ എന്നാണ് ആ കുട്ടിയുടെ പേര്, സഹപാഠിയുടെ പേര്. ഈ സഹപാഠിയാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാകുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു. എന്തോ ഒരു ചെറിയ തർക്കം രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ചെറിയ കളിയാക്കലിന്റെ പേരിലോ മറ്റോ ആണോ തർക്കം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ആളുകൾ ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മൂക്കിന്റെ പാലത്തിന് മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഇത് കൂടാതെ ശരീരത്തിലും അടിയേറ്റ പാടുകളുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. എന്തായാലും വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. ഇന്നലെയാണ് ശസ്ത്രക്രിയ പൂർത്തിയായത്. കുറച്ച് ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതുവരെ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. എന്തായാലും ഈ കിഷോറിന്റെ ബന്ധുക്കളും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ മകനെയും മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ CCTV ഈ ദൃശ്യങ്ങളിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റും മറ്റു കേസും അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഗുരുതരമായ വിഷയമാണ്. ഇത് ഒരു സാമൂഹ്യ പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്.